പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ റവല്യൂഷൻ എന്നും അറിയപ്പെടുന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഗ്ലോറിയസ് റവല്യൂഷൻ എന്നും മറ്റു പല പേരുകളിലും അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട വിപ്ലവത്തിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു വൻ ശക്തിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് അല്ലേ? നമ്മൾ പഠിച്ചത് ഇംഗ്ലണ്ടിനെ പറ്റിയിട്ടായിരുന്നു. അപ്പം ആ ഒരു റവല്യൂഷൻ ഉണ്ടാകാൻ എന്തുവാണ് ആ റവല്യൂഷൻ എന്ന് പഠിച്ചു. അത് ഉണ്ടായ സാഹചര്യം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കുറെ ഇവന്റുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇവന്റുകളുടെ അവസാനത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് അല്ലേ? ആ ഒരു പെർട്ടിക്കുലർ രാജാവിനെ മാറ്റാനായിട്ടുണ്ടായ ഒരു സെറ്റ് ഓഫ് ഇവന്റ്സിനെ നമ്മൾ ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഓൾറെഡി ഒരു പേരുണ്ട് അല്ലെ. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണ്? സ്വാതന്ത്ര്യം. അപ്പോൾ അമേരിക്കയില് സ്വാതന്ത്ര്യം ലഭിക്കാനായി, അല്ലെങ്കിൽ അമേരിക്ക എന്ന് നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്ക, യു എസ് ആവുന്നതിന് മുമ്പേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ അവിടുത്തെ ജനവാസ കേന്ദ്രത്തിലെ ആളുകൾ, അവര് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഒരു വൻ ശക്തി മൂലമാണ്. അപ്പം ആ സ്വാതന്ത്ര്യത്തിലേക്ക് നീളാനുണ്ടായ സംഭവ വികാസങ്ങളാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന 1775 എന്ന് പറയുന്ന ഇയർ അല്ല. അതിന് ചുറ്റിപ്പറ്റി ഒരുപാട് വർഷങ്ങളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന ഓരോ റവല്യൂഷനും ഒരു കറക്റ്റ് ഇയർ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്ക് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്താണ്? ഒരുപാട് സെറ്റ് ഓഫ് ഇവന്റ്സിന്റെ ഒരു അൾട്ടിമേറ്റ് ഒരു എൻഡാണ് ഒരു റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു റവല്യൂഷൻ ആണെന്ന് പഠിച്ചു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു കിട്ടിയല്ലോ. ഇനി ഈ ഇൻഡിപെൻഡൻസ് അപ്പൊ ഇല്ലായിരുന്നു അവിടെ ആദ്യം? അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ തന്നെ ഈ ഇൻഡിപെൻഡൻസ് പോകാനായിട്ടുണ്ടായ കാര്യം എന്താണ്? എന്തായിരുന്നു അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തത്? എന്തായിരുന്നു? എന്ത് പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഇതെല്ലാം കൂടെ ഒരു ഒരു വലിയൊരു കഥയാണ്. കഥയും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇവന്റ്സുമാണ്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നിതിനെ പറയുന്നു. 1775 എന്നൊരു ഇയർ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ വെക്കുക. പക്ഷെ ആ ഇയറിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു വർഷം മാത്രമല്ല, അതും കൂടി ചിന്തിക്കുക. ഞാൻ അതാണ് പറയണത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഇയറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അതിന്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സെറ്റ് ഓഫ് ഇവന്റ്സ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ആ ഇവന്റുകളും ഇയറുമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അല്ലേ? അപ്പൊ അദ്ദേഹം ഇല്ലെങ്കിൽ അമേരിക്ക ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ഇന്ത്യയെ തപ്പിയാണ് വന്നത് അല്ലേ? അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ അന്വേഷിച്ച് വന്നപ്പോ ഇദ്ദേഹത്തിന്റെ സാങ്ക്ടാ മരിയ എന്ന് പറയുന്ന കപ്പലിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ദേശത്തിനെ തപ്പി വരുമ്പോ ഇദ്ദേഹം ആക്സിഡന്റലി കണ്ടുപിടിക്കുന്ന സ്ഥലമാണ് അമേരിക്ക. അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇന്ത്യയെ കണ്ടുപിടിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായില്ല ഇത് ഇന്ത്യ അല്ല എന്നുള്ളത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം
ഒരു സ്പെയിൻകാരനാണ്, ഒരു സ്പെയിൻ നാവികനാണ്. അപ്പൊ സ്പെയിനിന്റെ ഒരു ഭരണകൂടം അന്ന് ഈ പറഞ്ഞ പോലെ കച്ചവട സാധ്യതകൾക്ക് വേണ്ടിയിട്ട്, കച്ചവട സാധ്യതകൾക്ക് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഗവൺമെന്റിന്റെ പല നാവികരെയും പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ അയക്കുമായിരുന്നു. അതുപോലെ ക്രിസ്റ്റഫർ കൊളംബസിനെ ഇന്ത്യ തപ്പി വിട്ടതാണ്, പക്ഷെ ഇദ്ദേഹം എത്തിച്ചേർന്ന എവിടെയാണ്? അമേരിക്കയിലാണ് എത്തിച്ചേർന്നത്. അപ്പം എന്നിട്ടും ഇദ്ദേഹം എന്താണ്, ഇന്ത്യ കണ്ടുപിടിച്ചു എന്ന് തന്നെയാണ് ഗവൺമെന്റിനെ അറിയിച്ചത്. പക്ഷെ ഇന്ത്യ അല്ല കണ്ടുപിടിച്ചത്, വേറൊരു കോണ്ടിനെന്റ് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞത് മറ്റൊരു വ്യക്തിയാണ്. അത് ആരാണെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പൊ ക്രിസ്റ്റഫർ കൊളംബസ് ഇല്ലെങ്കിൽ എന്തില്ല, അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ ചിലപ്പം ആരും ആദ്യമേ കണ്ടുപിടിച്ചു എന്ന് വരില്ല. പിന്നീട് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് നാവിക സേനയും ബലവും എല്ലാം ബലപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ കണ്ടുപിടിച്ച് വന്നേക്കാം. പക്ഷെ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആദ്യം എന്ത് ചെയ്തത്, അമേരിക്ക എവിടെയാണ് എന്താണ് എന്നുള്ളതെല്ലാം ഒന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ അത് ഓർത്തിരിക്കാം. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനെ ഒന്നും കൂടി വേറൊരു പേര് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അമേരിക്കൻ റവല്യൂഷൻ എന്ന് തന്നെ പറയാം. പിന്നെ അന്നത്തെ ഒരു സാഹചര്യം, അതായത് ഈ പറയുന്ന ഒരു 17-ാം നൂറ്റാണ്ട് അതിന്റെ അവസാനം, അതോടൊപ്പം തന്നെ 18-ാം നൂറ്റാണ്ടിന്റെ ഒരു തുടക്കം, ആ ഒരു സമയത്ത് യൂറോപ്പിലെ ഒരു ട്രെൻഡ് ആയിരുന്നു, അതായത് യൂറോപ്പിലെ വൻ ശക്തികളുടെ ഒരു ട്രെൻഡ് ആയിരുന്നു ട്രേഡിങ്ങിന് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അതായത് ആ ഒരു രാജ്യത്തെ യൂറോപ്യൻ വൻശക്തികളുടെ ട്രേഡ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടി എക്സ്പ്ലോർ ചെയ്യുക എന്നൊരു ലക്ഷ്യവും കൂടി എന്തുണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സ്പ്ലോറേഷൻ ടീംസിനെ ഏഷ്യയിലേക്കും വെസ്റ്റേൺ റീജിയനിലേക്കും അയക്കുമായിരുന്നു. അങ്ങനെ ഈ വലിയ വലിയ ഡൈനാസ്റ്റികളായിട്ടുള്ള ബ്രിട്ടൻ, സ്പെയിൻ, ഡച്ച് ഇവരെല്ലാവരും എന്ത് ചെയ്തു, വലിയ വലിയ നാവിക സേന, വലിയ ക്യാപ്റ്റൻസിനെയൊക്കെ എക്സ്പ്ലോറേഷൻ ടീം എന്നാണ് അവരെ പറയുന്നത്. വലിയ പടുകൂറ്റൻ കപ്പലുകളിൽ ഇതുപോലെ ലോകത്തിന്റെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ അയച്ചിരുന്നു. അങ്ങനെ സ്പാനിഷ് ഗവൺമെന്റ് അയച്ച വ്യക്തിയാണ് ആര്? ക്രിസ്റ്റഫർ കൊളംബസ്. ഇന്ത്യയാണ് തപ്പി വന്നത്, പക്ഷെ അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് 1492 കണ്ടുപിടിച്ചത്. അപ്പം ആലോചിക്കുക, 1492 എന്തുണ്ട്, അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പേരല്ല കണ്ടുപിടിച്ചു എന്ന് ഞാൻ പറയുന്നത്, ആ ഒരു ഏരിയ, ലാൻഡ് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നിട്ട് അവിടെ ട്രേഡ് തുടങ്ങാൻ പറ്റിയോ? ഉടനെ ഒന്നും അവിടെ ട്രേഡ് തുടങ്ങാൻ പറ്റിയില്ല. ട്രേഡിന്റെ ഒരു ബൂം അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഔട്ട് ബ്രേക്ക് വന്നത് പിന്നെയും കുറെ നാൾ കഴിഞ്ഞിട്ടാണ്. അതാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ലാൻഡ് ഇന്ത്യയാണ് എന്ന് സത്യം പറഞ്ഞാൽ ഇന്ത്യ അല്ലായിരുന്നു എങ്കിലും പക്ഷെ അദ്ദേഹം ഇന്ത്യയാണെന്ന് തന്നെയാണ് വിശ്വസിച്ചത്. അതോടൊപ്പം തന്നെ അവിടെ അദ്ദേഹം പ്രത്യക്ഷത്തിൽ കണ്ട അവിടുത്തെ ആദി മനുഷ്യര്, അവിടുത്തെ സ്ഥലവാസികൾ അല്ലെങ്കിൽ ദേശവാസികളെ, നേറ്റീവ്സിനെ ഇദ്ദേഹം ഇന്ത്യൻസ് എന്ന് തന്നെയാണ് വിളിച്ചത്. അവരാണ് പിന്നീട് റെഡ് ഇന്ത്യൻസ് എന്നുള്ളൊരു പേരിലേക്ക് വന്നത്. അപ്പൊ ആദ്യം ഇന്ത്യൻസ് എന്ന് തന്നെയാണ് അദ്ദേഹം അവിടുത്തെ ജനവാസ മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ നേറ്റീവ്സ് അല്ലെങ്കിൽ ലോക്കൽസിനെ ഇന്ത്യൻസ് എന്ന് തന്നെയാണ് വിളിച്ചത്. അവരെയാണ് പിന്നീട് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അമേരിക്ക എന്ന പേര് വന്ന വഴി. ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന പേര് അമേരിഗോ വെസ്പൂഷി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ നാവികനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേര്, ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു പേര് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടുപിടിച്ച സ്ഥലം അല്ലെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് ഇന്ത്യ എന്ന് അദ്ദേഹം പറയുന്ന സ്ഥലം ഏഷ്യയിലെ അല്ല, മറിച്ചൊരു പുതിയ കോണ്ടിനെന്റ് ആണ് എന്ന് സ്ഥാപിച്ചതും പ്രൂവ് ചെയ്തതും അമേരിഗോ വെസ്പൂഷി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ കമ്മമറേഷൻ ആയിട്ടാണ് ആ ലാൻഡിനെ അമേരിക്ക എന്ന് വിളിച്ചത്. അപ്പൊ അമേരിക്ക കണ്ടുപിടിച്ച വ്യക്തിയെയും കണ്ടു, അമേരിക്ക പേര് നൽകിയ വ്യക്തിയെയും ഏതാണ്ട് നിങ്ങൾക്ക് ബോധ്യായി. ഇപ്പൊ മനസ്സിലാക്കുക, ഒന്ന് ക്രിസ്റ്റഫർ കൊളംബസ്, രണ്ട് അമേരിഗോ വെസ്പൂഷി. രണ്ട് വ്യക്തികളെ നമ്മൾ പറഞ്ഞു. ഒന്ന് സ്പാനിഷ് ഗവൺമെന്റ് അയച്ച വ്യക്തി, മറ്റതൊരു ഇറ്റാലിയൻ എക്സ്പ്ലോറർ ആയിട്ടുള്ള വ്യക്തി. രണ്ടുപേരുടെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇയർ മറക്കരുത്, 1492
2. ഓക്കെ, 1492. അതായത് ഈ 15-ാം നൂറ്റാണ്ടിൽ ഒരു സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. കണ്ടുപിടിച്ചിട്ടേ ഉള്ളേ, ട്രേഡ് ഒന്നും ആയിട്ടില്ല, ഞാനത് പറയുമായിരുന്നു, കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. അപ്പോ ഇനി എന്താണ് സംഭവം? അപ്പൊ അമേരിക്ക കണ്ടുപിടിച്ചു, അമേരിക്ക എന്ന പേരും 10 പേരൊക്കെ അറിയാൻ തുടങ്ങി. ഇനി എന്തുണ്ടായി എന്ന് നോക്കാം. റെഡ് ഇന്ത്യൻസ് അവിടുത്തെ ഇൻഡിജീനിയസ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. അതായത് അവിടുത്തെ തദ്ദേശവാസികൾ അല്ലെങ്കിൽ നേറ്റീവ്സ്, ലോക്കൽസ് ഒക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്കയില് ഇപ്പൊ ഒരു വലിയൊരു ലാൻഡ് കണ്ടുപിടിച്ചല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ വൻ ശക്തികളായിട്ടുള്ള ബ്രിട്ടൻ, സ്പെയിന്, ഫ്രാൻസ്, ഇവരെല്ലാരും എന്ത് ചെയ്യും? ഈവൻ ഡച്ചുകാരുൾപ്പെടെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ, അതായത് അമേരിക്കയിലോട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്നറിയാനായിട്ട് പല ആളുകളെയും അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവിടാനായിട്ട്, എന്ന് വെച്ചാൽ പുതിയൊരു ലാൻഡ് കണ്ടുപിടിച്ചല്ലോ, അപ്പൊ അവിടെ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധ്യതകൾ പരിശോധിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഇതുപോലെ ഒരുപാട് ആളുകളെ, കുറച്ച് ഈ പറഞ്ഞ മെർച്ചൻസ്, ട്രേഡ് ഗ്രൂപ്പിന്റെ ഒക്കെ തലവന്മാര്, നാവിക ഉദ്യോഗസ്ഥര്, ക്യാപ്റ്റൻസ്, ഇവരെയൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ എലിസബത്ത് രാജ്ഞി, ഇംഗ്ലണ്ടിലെ എലിസബത്ത് ഫസ്റ്റ്, നമ്മൾ പഠിച്ചതാണ് എലിസബത്ത് ഫസ്റ്റ് ആരായിരുന്നു ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പൊ ഈ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മിലിറ്റൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ്, ഈ പറഞ്ഞ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആളുകളെ ഇദ്ദേഹത്തെ ഈ പറഞ്ഞ അമേരിക്ക കണ്ടുപിടിക്കാനല്ല, അമേരിക്കയുടെ ആ ഒരു സാധ്യതകള്, ലാൻഡ് എന്താണ്, അവിടുത്തെ ആളുകൾ ആരാണ്, എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ പറഞ്ഞു വിട്ടു. എലിസബത്ത് രാജ്ഞിയുടെ കാര്യത്താണ്. അപ്പോ ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഗ്രികൾച്ചർ എന്തെങ്കിലും പറ്റുമോ? കാര്യം നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് ഒക്കെ ട്രേഡിങ്ങിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അതിനെന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിരുന്നു പറഞ്ഞു വിട്ടത്. എലിസബത്ത് രാജ്ഞിയുടെ കാലത്താണ് ആദ്യം പറഞ്ഞു വിട്ടത് ഇവരെയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് മിലിറ്റൻസിനെയാണ് പറഞ്ഞു വിട്ടത്. അത് ആണുങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് വിട്ടത്. പക്ഷെ അവര് അവിടെ ചെന്നു. പക്ഷെ അവർക്കൊരു എന്താ പറയാ, ഈ പറയുന്ന പോലെ ബ്രിട്ടീഷുകാരുടെ ഒരു സോ കോൾഡ് കോളനി ഉണ്ടല്ലോ, അതായത് അവരെവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കോളനി ആയിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. ഇപ്പൊ ഇന്ത്യയിൽ വന്നപ്പോഴും ഇന്ത്യ ഒരു കോളനി ആയിരുന്നല്ലോ അവർക്ക്. അപ്പം അങ്ങനെ കോളനി എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർക്ക് പറ്റിയില്ല. ആ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഒരു ആണുങ്ങളുടെ ഗ്രൂപ്പിന് സാധിച്ചില്ല. അപ്പൊ അവര് തിരിച്ചു വന്നു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ, ഇവർ ഈ തിരിച്ചു വന്ന ആ ഒരു സമയത്ത് തന്നെ ജോൺ വൈറ്റ് എന്ന് പറയുന്ന വ്യക്തി, ഇംഗ്ലണ്ടിലെ തന്നെ ജോൺ വൈറ്റ് എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിലേക്ക് ചെന്നു. അവിടെ ഒരു കോളനി അവിടെ സക്സസ്ഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇദ്ദേഹത്തിന് സാധിച്ചു. അപ്പം അമേരിക്കയിൽ ആദ്യമായിട്ട് കോളനി എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജോൺ വൈറ്റ് ആണ്. ജോൺ വൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത കോളനിയുടെ പേരാണ് റൊനോക്ക് എന്നാണ്. ഇതില് റോനോക്ക് എന്ന് നമ്മൾ വായിക്കത്തുള്ളൂ, പക്ഷെ റൊനോക്കാണ്. റൊനോക്ക് കോളനി, അതായത് ഇന്നത്തെ നോർത്ത് കരോലീന, ഇന്നത്തെ പ്രസന്റ് ഡേ നോർത്ത് കരോലീന ഭാഗത്ത് ആണ് ഇദ്ദേഹം ഒരു കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഒരു മിനിറ്റ്. ഹലോ കേക്കാലോ അല്ലെ? അപ്പോ ജോൺ വൈറ്റ് ആണ് ആദ്യമായിട്ട് നോർത്ത് കരോലീന, ഇന്നത്തെ നോർത്ത് കരോലീന ഭാഗത്ത് റൊനോക്ക് എന്ന് പറയുന്ന ഒരു കോളനി സക്സസ്ഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ആദ്യം മിലിറ്റന്റ് ഗ്രൂപ്പ്സ് വന്നു, അതായത് ആണുങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വന്നു, ഒന്നും കിട്ടിയില്ല, തിരിച്ചുപോയി. അത് കഴിഞ്ഞ് ജോൺ വൈറ്റ് വന്നു, അവരൊരു ഒരു കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോ ഇനി എന്ത് നടന്നു എന്ന് സംഭവിക്കാം. ജോൺ വൈറ്റ് അവിടെ ടുബാക്കോ എന്താണെന്ന് അറിയാലോ അല്ലെ? ടുബാക്കോ നമുക്ക് കഞ്ചാവ് എന്നെടുത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, പുകയില
എന്നൊക്കെ പറയാം. പുകയില, അതോടൊപ്പം തന്നെ ഈ അങ്ങനത്തെ ഈ പറഞ്ഞ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കൃഷിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഹലോ, അയ്യോ സോറി സോറി. ആ ഓക്കെ. അപ്പൊ ജോൺ വൈറ്റ് അവിടെ ടുബാക്കോ കൾട്ടിവേഷൻ, പുകയില കൾട്ടിവേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇദ്ദേഹം അവിടെ സ്റ്റാർട്ട് ചെയ്ത കൾട്ടിവേഷൻ പുകയില കൾട്ടിവേഷൻ ആണ്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ആദ്യം കുറെ പേര് വന്നു, ഒന്നും നടന്നില്ല. പിന്നീട് ജോൺ വൈറ്റ് വന്നു, സക്സസ്ഫുൾ ആയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു, അവിടെ കൃഷിയും തുടങ്ങി. അപ്പൊ അതൊരു നല്ലൊരു കാര്യമായതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി ഈ വിവരം അറിയിക്കാൻ, അതായത് ഇങ്ങനെ ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് അറിയിക്കാനായിട്ട് പോയി. പക്ഷെ ഇദ്ദേഹം ഒറ്റയ്ക്കല്ല വന്നത്, ഇദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം തിരിച്ചു പോരുമ്പോ കുറച്ചുപേരെ അവിടെ നിർത്തിയിട്ടാണ് ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്ന് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് പറയാനായിട്ട് വന്നത്. അപ്പൊ ഇദ്ദേഹം തിരിച്ചു വന്ന് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനും ഇംഗ്ലണ്ടും കൂടി ഒരു നേവൽ വാർ നടക്കുന്നത്, നാവിക യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഷിപ്പുകളും ഈ യുദ്ധത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വന്ന് ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച് തിരിച്ചു ഉടനെ പോകാൻ പറ്റിയില്ല. കുറച്ച് നാൾ ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ജോൺ വൈറ്റ് അവിടെ ഈ പറയുന്ന പുകയില അല്ലെങ്കിൽ ടുബാക്കോ കൃഷി തുടങ്ങി, ഇദ്ദേഹം അത് സക്സസ്ഫുൾ ആക്കി തിരിച്ച് ഇംഗ്ലണ്ടിൽ വന്ന് ഈ കാര്യം പറയാനായിട്ട് പോയപ്പോഴത്തേനാണ് അവിടെ യുദ്ധം നടക്കുന്നത്, നാവിക യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ഷിപ്പാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഷിപ്പും ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു, കൊടുക്കേണ്ടി വന്നു, നാവിക ബലത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇദ്ദേഹം അവിടെ ഈ വാറ് കഴിയുന്നവരെ ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വരും, തിരിച്ചു പെട്ടെന്ന് പോകാൻ പറ്റിയില്ല അമേരിക്കയിലോട്ട്. അപ്പം ഇദ്ദേഹം ഒരു വർഷം 2 വർഷമൊക്കെ ഇദ്ദേഹം കാത്ത് നിന്നു. അത് കഴിഞ്ഞ് 1586 സമയങ്ങൾ, അതായത് ഒരു 16th സെഞ്ചുറിയിലോട്ട് എൻഡായി അല്ലെ. 16th സെഞ്ചുറിയുടെ എൻഡായപ്പോ ഇദ്ദേഹം ഫൈനലി ഷിപ്പൊക്കെ കിട്ടി, ഇദ്ദേഹം തിരിച്ചെന്ത് ചെയ്തു, അമേരിക്കയിലേക്ക് പോയി. അവിടെ എന്താണ് സ്ഥിതിഗതികൾ എന്ന് പറഞ്ഞാൽ കുറെ നാള്, 2 വർഷം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു വലിയ സമയമാണ്, ഇന്നൊരു വലിയ സമയമല്ല. അന്നത്തെ കാലത്ത് 2 years അല്ലെങ്കിൽ 3 years എന്നൊക്കെ പറയണത് എന്തും അവിടെ സംഭവിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അറിയാലോ, ഇന്നത്തെ പോലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആകെപ്പാടെ ഷിപ്പും ഉണ്ട്, കുറെ നാവികന്മാരും ഉണ്ട്, എവിടെ പോണെങ്കിലും ഷിപ്പാണ് അവർക്ക് ആകെ ഉള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ജോൺ വൈറ്റ് അമേരിക്കയിലേക്ക് തിരിച്ചു പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ കോളനി തന്നെ കാണാനില്ല. മൊത്തം ഇദ്ദേഹം നിർത്തിയിട്ട് പോയ മനുഷ്യരെയും കാണുന്നില്ല. ആകെ മൊത്തം ഒരു മിസ്റ്ററി പോലെ ആയി. ഇദ്ദേഹം എവിടെ പോയി, എന്ത് പറ്റി, ഇനി ഇദ്ദേഹം ചെന്നെത്തിപ്പെട്ടത് വേറെ സ്ഥലത്താണോ എന്നുള്ള കാര്യം വരെ ഇദ്ദേഹത്തിന് വീണ്ടും സംശയം. കാര്യം നോർത്ത് കരോലീന എന്ന് പറയുന്ന ആ പോയിന്റിലാണല്ലോ ഇദ്ദേഹം കോളനി സ്ഥാപിച്ചത്. പക്ഷെ തിരിച്ചു ചെന്നപ്പോൾ ഇദ്ദേഹം ഇനി ഗതി മാറി വേറെ വല്ല ലാൻഡിലോട്ടാണോ എത്തിപ്പെട്ടതെന്നുള്ള രീതിയിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത കോളനിയെ അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതൊരു അൺസോൾവ്ഡ് മിസ്റ്ററി ആയിട്ട് ഇന്നും ഹിസ്റ്ററിയിൽ തുടരുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സംഗതി കൊണ്ട് ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത റൊനോക്ക് കോളനിയെ ലോസ്റ്റ് കോളനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ റൊനോക്ക് കോളനി ആര് കണ്ടുപിടിച്ചു? ജോൺ വൈറ്റ് കണ്ടുപിടിച്ചു. അത് എന്താണ്, അത് എങ്ങനെയാണ് അപ്രത്യക്ഷമായെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ലോസ്റ്റ് കോളനി എന്നറിയപ്പെടുന്ന കോളനി ഏതാണ്? റൊനോക്ക് കോളനിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇതുവരെ നമ്മളിപ്പോ നോക്കി. ക്രിസ്റ്റഫർ കൊളംബസ് വന്നു, അമേരിക്ക കണ്ടുപിടിച്ചു, ഇന്ത്യൻസ് ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ റെഡ് ഇന്ത്യൻസ് ആയിട്ട് പിന്നെ അവർ അറിയപ്പെട്ടു. പിന്നെ അമേരിക്കോ വെസ്പൂഷിയാണ് അതിന് അമേരിക്ക എന്ന് പേര് കൊടുത്തത്. എലിസബത്ത് I രാജ്ഞിയുടെ കാലഘട്ടത്തിൽ ഒരു ഗ്രൂപ്പ് ആണുങ്ങൾ മാത്രമുള്ള ഒരു സംഘം അമേരിക്കയിൽ വന്നു. പക്ഷെ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അവർ തിരിച്ചുപോയി. പിന്നീട് വന്ന ജോൺ വൈറ്റ് അവിടെ റൊനോക്ക് കോളനി സ്ഥാപിച്ചു, പുകയില കൃഷിയും തുടങ്ങി. പക്ഷെ അത് അറിയിക്കാൻ വേണ്ടി തിരിച്ചുപോയി. ആ ഒരു ഗ്യാപ്പിൽ ഒരു യുദ്ധം വന്നു, ഇദ്ദേഹത്തിന് ഷിപ്പ് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരു ടൈം അത്രയും പോയതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാം, പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേനും അദ്ദേഹത്തിന്റെ കോളനിയെ അവിടെ കാണാനില്ലാത്തൊരു സിറ്റുവേഷനാണ് ആയത്. ഇവിടെ വരെ കഥ എത്തി നിൽക്കുവാണ്. ഇനി എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അപ്പൊ അവിടെ എന്താണ്, കോളനി ഉണ്ട് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലായി അല്ലെ. കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, സക്സസ്ഫുൾ ആയിട്ട് വന്നില്ല. അപ്പൊ രണ്ടുപേരും അവിടെ, ആദ്യം മിലിറ്റന്റ് ഗ്രൂപ്പ്സും പരാജയപ്പെട്ടു, ജോൺ വൈറ്റും ഇവിടെ പരാജയപ്പെട്ടു. ഇനി അമേരിക്കയിൽ എന്ത് സംഭവിച്ചു? ഇതാണ് ജോൺ വൈറ്റ്. ജോൺ വൈറ്റ് ഒരു ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു കേട്ടോ. ഇദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ അന്നത്തെ കാലത്ത് റെഡ് ഇന്ത്യൻസിനെ കണ്ട സ്ത്രീകളെയും അതുപോലെ തന്നെ അവരുടെ കൾച്ചറെല്ലാം ഇദ്ദേഹം പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെയാണ് നമുക്ക് റെഡ് ഇന്ത്യൻസിന്റെ ഒരു രേഖ നമുക്ക് മനസ്സിലാകുന്നത്. ഇദ്ദേഹം പെയിന്റിങ് കൂടെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്താ പറയാ, ഇദ്ദേഹം ആ എന്താ പറയാ റെനോക്ക് കോളനിയുടെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം തപ്പുവാണ്, എവിടെയാണ് എന്റെ കോളനി, അല്ലെങ്കിൽ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇദ്ദേഹം കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കി നോക്കാം. അപ്പം എന്തൊക്കെയോ സംശയാസ്പദമായ കാരണങ്ങൾ കൊണ്ട് ആ ലാൻഡ് അബാൻഡൻഡ് ആയി, ആ ലാൻഡ് കാണാതെ പോയി. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞു, എലിസബത്ത് രാജ്ഞിയൊക്കെ മരിച്ചു, നാട് നീങ്ങി. അതിനുശേഷം ജെയിംസ് ഒന്നാമനാണ് ഇംഗ്ലണ്ടിലെ രാജാവായിട്ട് വരുന്നത്. ഇതിന്റെ കഥയാണ് നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ പഠിച്ചത്, ഓർക്കുന്നുണ്ടോ എന്തോ. അപ്പം പഠിച്ചവർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ജെയിംസ് ഒന്ന് എന്ന് പറയുന്ന രാജാവിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇദ്ദേഹം വളരെയധികം ശക്തമായിട്ടുള്ള കത്തോലിക്ക അല്ലെങ്കിൽ പോപ്പ് അല്ലെങ്കിൽ ബിഷപ്പ്, ദൈവമാണ് എല്ലാം, ദൈവത്തിന് തുല്യമാണ് രാജാവ് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹം ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ്സിനെ ഇദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം ഇദ്ദേഹം ഈ ജെയിംസ് ഒന്നിന്റെ കാലഘട്ടത്തില്, ഞാൻ ജെയിംസ് ഒന്നിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് തന്നതാണ്. അപ്പം ജെയിംസ് ഒന്നിന്റെ കാലഘട്ടത്താണ് ആദ്യമായിട്ട് ഒരു ട്രേഡിംഗ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എവിടെ? വിർജീനിയ എന്ന് പറയുന്ന നദിയുടെ തീരത്ത്. ആ കമ്പനിയുടെ പേരാണ്, ട്രേഡിംഗ് കമ്പനിയുടെ പേരാണ് ജെയിംസ് ടൗൺ ട്രേഡിംഗ് കമ്പനി, അല്ലെങ്കിൽ വെർജീനിയ കമ്പനി എന്ന് പറയുന്നത്. അപ്പം ജെയിംസ് ഒന്നിന്റെ കാലഘട്ടത്താണ് ആദ്യത്തെ ട്രേഡിംഗ് കമ്പനി നിലവിൽ വരുന്നത്. വെർജീനിയയുടെ ബാങ്ക്സ് തീരങ്ങളിലാണ് ആ ഒരു കമ്പനി വന്നത്. അതിനെ നമ്മൾ ജെയിംസ് ടൗൺ ട്രേഡിംഗ് കമ്പനി എന്നും പറയുന്നു, വെർജീനിയ ട്രേഡിംഗ് കമ്പനി എന്നും പറയുന്നുണ്ട്. രണ്ട് പേരുണ്ട്. അപ്പം ഈ ഒരു ട്രേഡിംഗ് കമ്പനിയുടെ ഒക്കെ സെറ്റപ്പ് ചെയ്തല്ലോ. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ക്രിസ്റ്റഫർ ന്യൂപോർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു നാവികൻ, വളരെ പ്രഗത്ഭനായിട്ടുള്ള ക്രിസ്റ്റഫർ ന്യൂപോർട്ട് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സൂസൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഷിപ്പ്, അന്നത്തെയൊക്കെ കപ്പലുകൾക്ക് വളരെയധികം എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ പെറ്റിനെയൊക്കെ പോലെയാണ് കപ്പലുകളെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണത്. അപ്പം ഇദ്ദേഹത്തിന്റെ ക്രിസ്റ്റഫർ ന്യൂപോർട്ടിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൂസൻ കോൺസ്റ്റന്റും അതോടൊപ്പം തന്നെ ഡിസ്കവറി, ഗോഡ് സ്പീഡ്, ഈ 3 കപ്പലുകളും കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ വെർജീനിയ ട്രേഡിംഗ് കമ്പനി അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ആ ട്രേഡിംഗ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനും കുറച്ച് സെറ്റിലേഴ്സുമായിട്ട് പുറപ്പെടുന്നത്. എവിടെ? ഇംഗ്ലണ്ടിൽ നിന്ന്. അപ്പൊ ക്രിസ്റ്റഫർ ന്യൂപോർട്ട് ആരാണ്? ഈ ട്രേഡിംഗ് കമ്പനി ഒന്ന് പച്ച പിടിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവിടെ ആളുകളെ കൊണ്ടൊന്ന് താമസിച്ചാലല്ലേ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം കുറച്ച് സെറ്റിലേഴ്സ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യര്. കാര്യം അവിടെ ഇപ്പൊ നമ്മൾ ഒരു ലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഉണ്ടെങ്കിലല്ലേ അത് പിന്നെ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ട്രേഡിംഗ് കമ്പനി മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ ക്രിസ്റ്റഫർ ന്യൂപോർട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷിപ്പില്, ആ ഷിപ്പ് മാത്രമല്ലായിരുന്നു, അതോടൊപ്പം തന്നെ ഡിസ്കവറി, ഗോഡ് സ്പീഡ്, അങ്ങനെ 2 ഷിപ്പും കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം സൂസൻ കോൺസ്റ്റന്റിലായിരുന്നു, ഇദ്ദേഹം അതിലായിരുന്നു ക്യാപ്റ്റൻ ആയിട്ട്. അപ്പൊ ഈ 3 ഷിപ്പുകളും കൂടി കുറച്ച് ഇംഗ്ലണ്ട് സെറ്റിലേഴ്സുമായിട്ട് വെർജീനിയ കമ്പനിയിലേക്ക് 1607 ചെന്നിറങ്ങുകയാണ്. അപ്പം ഇങ്ങനെ ചെന്ന് ഇറങ്ങി അവിടെ ചെറിയ രീതിയിൽ ട്രേഡിങ് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് അമേരിക്ക എന്ന് പറയുന്ന സ്ഥലം, അവിടുത്തെ ആളുകൾ അവിടെ ജനവാസ യോഗ്യമായി തീർന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ജെയിംസ് ഒന്നാമൻ രാജാവിലേക്ക് വരാം. ഇദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്സിനെതിരെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം വളരെയധികം ഇൻടോളറന്റ് ആണ്. അതായത് ഒരു തരത്തിലും എന്താ പറയാ, അവർക്ക് ഒരു കരുണയും അല്ലെങ്കിൽ അവർക്കൊരു കൺസിഡറേഷനും കൊടുക്കാതെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്സിനെ പാടെ എന്താ പറയാ എതിർക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു രാജാവായിരുന്നു ജെയിംസ് ഒന്ന് രാജാവ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻടോളറൻസ് കൊണ്ട് പല ആളുകളും എന്ത് ചെയ്തു, സ്വന്തം ദേശം വിട്ട്, അതായത് അവർ ജനിച്ചു വളർന്ന ഇംഗ്ലണ്ട് വിട്ടിട്ട് ഈ പറഞ്ഞ പോലെ എന്താണ് വേറൊരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞ ന്യൂപോർട്ട്
ക്രിസ്റ്റഫർ ന്യൂപോർട്ട് അവിടെ എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റേ ആളുകളെയൊക്കെ താമസിപ്പിച്ച് അതൊരു ജനവാസ യോഗ കേന്ദ്രമാക്കണം എന്നുള്ളതല്ല. അവിടെ ജനവാസ യോഗ കേന്ദ്രമാണെങ്കിൽ പോലും അവിടെ ട്രേഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ ന്യൂപോർട്ട് അവിടെ ട്രേഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ ഈ മറ്റവര് അപ്പം ഈ പ്രൊട്ടസ്റ്റൻസ് ഗ്രൂപ്പ്, അതായത് ഇദ്ദേഹത്തിന്റെ ഈ പീഡനങ്ങൾ, ജെയിംസ് ഒന്നിന്റെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാത്ത ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്സ് ആലോചിച്ചപ്പോ ഇവിടെ ഇദ്ദേഹത്തിന്റെ പീഡനം സഹിച്ച് നിൽക്കുന്നതിനും നല്ലത് പുതിയൊരു നാട്ടിൽ ചെന്ന് അവർക്ക് പറ്റുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അവരങ്ങനെ ചിന്തിച്ച വ്യക്തികളാണ്. അങ്ങനെ ഒരു 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി, അതായത് 1607 ഈ ട്രേഡിംഗ് കമ്പനി ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ആളുകൾ വന്നു, ആളുകളൊക്കെ ഏതാണ്ടൊക്കെ ആയി എന്നുള്ളതെല്ലാം ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ ആളുകൾക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഈ പറയുന്ന 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി സ്വന്തം നാട് മനസ്സില്ലാ മനസ്സോടെ ഇംഗ്ലണ്ട് വേണ്ട എന്ന് വെച്ച് ഒരു ഗ്രൂപ്പ് ആളുകൾ അമേരിക്കയിലേക്ക് പലായനം ചെയ്തു, മൈഗ്രേറ്റ് ചെയ്തു. അവരെയാണ് നമ്മൾ തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പോയത് വേണമെന്ന് വെച്ചിട്ടല്ല, അവർക്ക് അത്രമാത്രം ഇൻടോളറൻസ് ഇവിടെ ജെയിംസ് ഒന്നിൽ നിന്ന് കാര്യം അവരുടെ റൈറ്റ്സ്, അത് ഗ്ലോറിയസ് റവല്യൂഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പല തരത്തിലുമുള്ള ഇൻടോളറൻസ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ ചെന്ന് അവിടെ ഇതൊന്നും പേടിക്കണ്ടല്ലോ. അവിടെ ഇപ്പം ഒരു ട്രേഡിംഗ് കമ്പനിയേ ഉള്ളൂ, അതുകൊണ്ട് വലിയ മതഭ്രാന്തുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ വരില്ല എന്നിവർക്ക് തോന്നിയത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത്, അവരങ്ങനെ ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത്. വളരെ വിഷമിച്ചും ഉള്ളതെല്ലാം വാരിപ്പെറുക്കിയും അവരവർ ഇത്രയും നാളും ഇംഗ്ലണ്ടിൽ കിടന്ന് സമ്പാദിച്ചതും എല്ലാം കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പൊ അവരെ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച ഇതാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് അവിടെ കണ്ടോ ഇംഗ്ലണ്ടിന്റെ കൊടിയൊക്കെ കൊണ്ടുവന്ന് കുത്തുകയാണ്. ഞങ്ങള് എസ്റ്റാബ്ലിഷ് ചെയ്തു, അദ്ദേഹം ട്രേഡിംഗ് കമ്പനി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ആ കാണിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിൽഗ്രിം ഫാദേഴ്സ് വന്ന് അവര് എസ്റ്റാബ്ലിഷ് ചെയ്ത കോളനിയാണ് പ്ലിമൗത്ത് എന്ന് പറയുന്നത്. പ്ലിമൗത്ത് എന്നാണ് ആ പിൽഗ്രിം ഫാദേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത കോളനി. അപ്പൊ അമേരിക്കയിലെ ആദ്യത്തെ ഒഫീഷ്യൽ കോളനി എന്ന് പറയുന്നതും പ്ലിമൗത്ത് ആണ്. മറ്റത് ക്രിസ്റ്റഫർ ന്യൂപോർട്ടൻ അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് വന്ന ഒരു ട്രേഡിംഗ് കമ്പനി ഉണ്ടാക്കി ട്രേഡ് ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കി. കാര്യം അദ്ദേഹം ഒരു ബ്രിട്ടന്റെ തൊഴിലാളിയാണ്, അദ്ദേഹം ഒരു നാവികനാണ് അല്ലെ, ഗവൺമെന്റ് പറയുന്നത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അദ്ദേഹത്തിന് ഇവിടെ ജസ്റ്റ് ആ ഒരു പോയിന്റ് ട്രേഡിംഗ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് മാത്രം നമ്മൾ ഓർത്താൽ മതി. പക്ഷെ അവിടെ ആളുകൾ ഉള്ളതെല്ലാം വാരിപ്പറക്കി ഇത്രയും നാളും സ്വന്തം നാട്ടിൽ കിടന്ന് അനുഭവിച്ച ആ വേദനകളും അതോടൊപ്പം തന്നെ സമ്പാദിച്ച മുതലും ഒക്കെ ആയിട്ട് ഇവര് മറ്റൊരു ദേശത്തേക്ക് കുടിയേറുവാണ്. അവരാണ് ആര്, തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ്. ഇവരാണ് അവിടെ ഒഫീഷ്യലി ഒരു കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പ്ലിമൗത്ത് എന്ന് പറയുന്നത്, പ്ലിമൗത്ത്. അപ്പം ഈ പ്ലിമൗത്ത് കോളനിയിലേക്ക് അല്ലെങ്കിൽ പ്ലിമൗത്ത് കോളനി എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ പിൽഗ്രിം ഫാദേഴ്സ് വന്ന ഷിപ്പാരാ, അത് ഏത് ഷിപ്പായിരുന്നു? മേഫ്ലവർ എന്ന് പറയുന്ന ഷിപ്പിലാണ് ഈ പിൽഗ്രിം ഫാദേഴ്സ് വരുന്നത്. ഒറ്റ കപ്പലേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ക്രിസ്റ്റഫർ ന്യൂപോർട്ട് വന്നത് 3 കപ്പലാണ്. അവർ ഭയങ്കര ലാവിഷ് ആയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഗവൺമെന്റിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇവര് പക്ഷെ അങ്ങനെയല്ല, ഇവര് എന്താണ് കുടിയേറി പാർത്ത പാവങ്ങളായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും കുടിയേറി പാർത്ത പാവങ്ങളാണ് ഈ പറയുന്ന പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ കൊണ്ടുവന്ന കപ്പലാണ് മേഫ്ലവർ. 17-ാം നൂറ്റാണ്ട് കഴിഞ്ഞു, 18-ാം നൂറ്റാണ്ട് ആരംഭമായി. അത് 18-ാം നൂറ്റാണ്ട് നല്ല രീതിയിൽ വരുന്നു. മിഡിലൊക്കെ ആയപ്പോഴത്തേനും കോളനീസ് ഒരുപാട് അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു. അങ്ങനെ മൊത്തം 13 കോളനികളാണ് അമേരിക്കയിൽ ഉള്ളത്. 13 കോളനിയാണ്. നിങ്ങൾ അമേരിക്കയുടെ ഫ്ലാഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു വര, ഇങ്ങനെ ഒരു വര 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 കാണുമല്ലോ. വര 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 കഴിഞ്ഞിട്ടല്ലേ സ്റ്റാർസ്, 50 സ്റ്റാർസ് ആണ്. ആ 50 സ്റ്റാർസ് സ്റ്റേറ്റ്സിനെ പറയും, പല 50 സ്റ്റേറ്റ്സിനെ പറയുന്നതാണ്. ഈ 13 വര എന്ന് പറയുന്ന ആദ്യത്തെ കോളനിയെ കമ്മമറേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പം 13 കോളനീസ് ആണ് അമേരിക്കയിൽ ആ ഒരു സമയമായപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അപ്പൊ ബ്രിട്ടീഷ് എന്ത് ചെയ്തു? പതുക്കെ അവരുടെ തനി സ്വരൂപം എടുത്തു തുടങ്ങി അല്ലെ. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പാവങ്ങൾ ജീവിക്കാനാണ് ഒരു സ്ഥലത്തേക്ക് വന്ന് അവർ പതുക്കെ പതുക്കെ മെച്ചപ്പെടുവാണ്. അപ്പം ഈ ബ്രിട്ടീഷുകാർ ഇവരുടെ പണ്ടത്തെ അതേ സ്വഭാവം, സുപ്രീമസി, അടിച്ചമർത്തൽ തുടങ്ങി.
അടിച്ചമർത്തൽ തുടങ്ങി. കോളനീസ് എല്ലാം ഇവരെന്ത് ചെയ്തു? പിടിച്ചടക്കി. കോളനീസ് എല്ലാം ആരുടെ കൺട്രോളിലാക്കി? കിങ്ങിന്റെ കൺട്രോളിലാക്കി. കിങ്ങിന്റെ കൺട്രോളിലാക്കിയത് മാത്രവുമല്ല, ചെറിയ ചെറിയ കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്നത്. കാര്യം ഞാൻ ഗ്ലോറിയസ് റവല്യൂഷന് വേണ്ടി ഇതിന് വളരെയധികം കണക്ഷൻ ഉണ്ട്. കുറെ ഇവന്റ്സ് നമുക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അതായത് ഇംഗ്ലണ്ടിന്റെ അന്നത്തെ ആ ഒരു അവസ്ഥയും ഇന്നത്തെ ഈ ഒരു അമേരിക്കൻ റവല്യൂഷന്റെ ഈ ഒരു അവസ്ഥയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞു, അന്ന് മധ്യവർഗം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പിന്മാറാത്തത് കൊണ്ടാണ് ഗ്ലോറിയസ് റവല്യൂഷൻ നടക്കുകയും അവിടെ പല കാര്യങ്ങളുള്ള മാറ്റങ്ങൾ വരികയും ഒക്കെ ചെയ്തത്. അപ്പം ഈ അമേരിക്കയിലോട്ട് വന്ന ഈ പാവങ്ങൾ, അതായത് സാധാരണ മനുഷ്യര്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന തൊഴില് കർഷകര്, അതോടൊപ്പം തന്നെ അവർക്ക് ഈ പറയുന്ന പോലെ ട്രേഡ്, ഇതൊക്കെയാണ് അവരുടെ സാധാരണ തൊഴിൽ ചെയ്ത് ജീവിച്ചവരാണ് ഈ അമേരിക്കയിലോട്ട് വന്നത്. പക്ഷെ മധ്യവർഗം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവർ കുറച്ചും കൂടി എന്താണ്, പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും ബോധവും ഒക്കെ ഉള്ളവരായിരുന്നു. ഇവർക്കത് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അവർ കുറച്ചും കൂടി എന്താണ്, കുറച്ചും കൂടി വിട്ടുകൊടുക്കാത്ത ഒരു ചിന്താഗതിക്കാരായിരുന്നു. അപ്പൊ ഇവിടെ അമേരിക്കയിൽ കുടിയേറി വന്നവരെന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ്, ചെറിയ ചെറിയ കച്ചവടക്കാർ, കർഷകർ, അതുപോലെ തന്നെ ഈ മറ്റേ പശുവിനെയൊക്കെ കറന്ന് ജീവിക്കുന്നവർ, അങ്ങനെയുള്ള സാധാരണ വ്യക്തികളായിരുന്നു വന്നത്. അപ്പം ഈ ബ്രിട്ടീഷുകാര് ഈ 13 കോളനി എന്ത് ചെയ്തു? അടിച്ചമർത്തി. എന്നിട്ട് അത് പോരാത്തതിന് ബ്രിട്ടന്റെ ഒരു ട്രേഡ് പോളിസി ഉണ്ട്, ഒരു ട്രേഡ് സ്ട്രാറ്റജി ഉണ്ട്. അത് ഇവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഇവർക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ റവല്യൂഷന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ആ ട്രേഡ് പോളിസിയും ട്രേഡിൽ വന്ന മാറ്റവുമാണ്. അപ്പം ഈ ഇഷ്യൂ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശരിക്കും 13 കോളണിയായി അവര് സ്വസ്ഥമായിട്ട് അവർ ജീവിച്ചേനെ. പക്ഷെ ഈ ബ്രിട്ടീഷുകാർ വന്ന് ട്രേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോരാഞ്ഞിട്ട് അവരുടെ ട്രേഡ് പോളിസി, ടാക്സേഷൻ, ഇതെല്ലാം ഈ 13 കോളണികളിലും അടിച്ച് ഏൽപ്പിച്ച് അവരെ എന്തുവാണ്, വളരെ ക്രൂരമായിട്ട് അവരെ വേട്ടയാടാൻ തുടങ്ങി പല രീതിയിലും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റവല്യൂഷന്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. തുടക്കം ഇങ്ങനെയാണ്. ഇനി നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ഇതേ കണ്ടോ, തീർത്ഥാടക പിതാക്കളാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കൈക്കുഞ്ഞുമായി വരുന്നവരാണ്. കണ്ടോ, കുറെ പേരൊക്കെ കിട്ടുന്ന കയ്യിലുള്ള ചില ധാന്യങ്ങളും ചില ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വരുന്നു. കാര്യം അവർക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളത് കൊണ്ട് തൽക്കാലം കഴിച്ചു കൂട്ടി പിന്നീട് അവർക്ക് മെച്ചപ്പെടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വന്നവരാണ് പിൽഗ്രിം ഫാദേഴ്സ്. ഓക്കെ, അപ്പൊ അവര് വന്ന കപ്പലാണ് അപ്പം മേഫ്ലവർ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇനി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിസി എന്താണെന്നാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. എന്താണ് ബ്രിട്ടന്റെ ട്രേഡ് പോളിസി അല്ലെങ്കിൽ ഇക്കണോമിക് സ്ട്രാറ്റജി? അതിനെ പറയുന്ന പേരാണ് മെർക്കന്റിലിസം. ഫസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. വലിയ മറ്റേ കാടുകയറി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. സ്വാഭാവികമായിട്ടും എക്സ്പോർട്ടുകൾ കൂട്ടുക, ഇമ്പോർട്ടുകൾ കുറയ്ക്കുക. എക്സ്പോർട്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ബ്രിട്ടന്റെ എക്സ്പോർട്ട് കൂട്ടുക, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുക സാധനങ്ങൾ കൂടുതലും ലോകരാജ്യങ്ങളിലേക്ക്. ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കുക. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാശ് കൊടുത്താലല്ലേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ കാശ് ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കണം, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കാശ് ഇങ്ങോട്ട് കിട്ടും. അപ്പം അതാണ് ഇവരുടെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എക്സ്പോർട്ടിങ് കൂട്ടുക, ഇമ്പോർട്ടിങ് കുറയ്ക്കുക. ഇനി ഈ ബ്രിട്ടീഷ് ആധിപത്യമുള്ള കോളനീസ്, ഇന്ത്യ അടക്കമുള്ള കോളനികൾ പണ്ടത്തെ റോ മെറ്റീരിയലുകൾ വളരെ അധികം ഉള്ളതായിരുന്നു. ഈ ബ്രിട്ടന് സത്യം പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ഒന്നുമില്ല. മനസ്സിലായല്ലോ? റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ എന്നാണ് പറയുന്നത്, റോ മെറ്റീരിയൽസ്. അപ്പൊ ഈ റോ മെറ്റീരിയൽസ് കോളനികളിൽ നിന്ന് കളക്ട് ചെയ്യുകയും അത് മറ്റ് രാജ്യങ്ങളിലേക്ക് മറച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയും ഈ പറയുന്ന മർക്കന്റിലിസത്തിലുള്ളതാണ്. അതായത് റോ മെറ്റീരിയൽ കൊടുക്കുന്ന ആരാണ്? കോളനീസ് ആണ്. ആർക്ക് കൊടുക്കുന്നു? ബ്രിട്ടന് കൊടുക്കുന്നു. ഈ ബ്രിട്ടൻ എന്ത് ചെയ്യും? അപ്പം അതൊരു എക്സ്ക്ലൂസീവ്, ബ്രിട്ടൻ എന്ന് പറയുന്ന വേൾഡ് മാർക്കറ്റ് പോലെ ആർക്ക് വേണേലും അതിനെ വന്ന് വാങ്ങിക്കും.
ഫിനിഷ്ഡ് ഗുഡ്സ് കൊടുക്കുന്നതൊക്കെ അപ്പൊ ആരാണ്? ബ്രിട്ടൻ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. എവിടെ നിന്നാണ് പക്ഷെ സാധനങ്ങളൊക്കെ കിട്ടുന്നേ? പാവപ്പെട്ട കോളനീസിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി ഈ ട്രേഡ് എന്ന് പറയുന്ന സംഭവം, അതായത് ലോകരാജ്യങ്ങളുമായി നടത്തുക, അല്ലെങ്കിൽ ഏത് കോളനിയോ ട്രേഡ് നടത്തിക്കോട്ടെ, നോ ഇഷ്യൂസ്. പക്ഷെ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് മെയ്ഡ് കപ്പലുകളായിരിക്കണം. എന്തൊരു തോന്നിവാസമാ അല്ലേ? അതോടൊപ്പം തന്നെ കോളനീസിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ട് ഉള്ള ട്രേഡിനെയും ഇവരെന്ത് ചെയ്തു? ലിമിറ്റ് ചെയ്തു. അതായത് ട്രേഡ് ഒരു കാരണവശാലും ബ്രിട്ടൻ അറിയാതെ, ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇല്ലാതെ കോളനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തില്ല? ട്രേഡ് ഇല്ല. ഒരു രാജ്യവുമായിട്ടും ട്രേഡിങ് പോസിബിൾ അല്ലായിരുന്നു. അതോടൊപ്പം തന്നെ ടാക്സും പല തരത്തിലുള്ള ഈ പറഞ്ഞ റെഗുലേഷൻസ്, വേരിയസ് സോർട്ട് ഓഫ് ടാക്സേഷൻസ്, റെസ്ട്രിക്ഷൻസ്, ഇതെല്ലാം ബ്രിട്ടൻ ഈ കോളനീസിൽ ഏർപ്പാടാക്കി. പാവപ്പെട്ടവരെയാണ് ഇതെല്ലാം കൂടെ എഫക്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അല്ലാതെ വലിയ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ട്രേഡേഴ്സിനൊന്നും ഇത് വിഷയമല്ല. പാവപ്പെട്ട ഇപ്പം മാനുഫാക്ചർ കളക്ട് ചെയ്യുന്ന വ്യക്തി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ഫോർ എക്സാമ്പിൾ ഒരു റോ മെറ്റീരിയൽ ആണല്ലോ നമ്മുടെ അരി എന്ന് പറയുന്ന സാധനം. അരി റോ മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ അരി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അരി കൃഷി ചെയ്യുന്ന കർഷകനാണ് ഇഷ്യൂ വരുന്നത്. അല്ലാതെ അരി മറച്ചു വെക്കുന്നവർക്ക് എന്ത് പറ്റുന്നില്ല? ഒന്നും പറ്റുന്നില്ല. അപ്പൊ ഇതാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ബ്രിട്ടന്റെ ഒരു എക്കണോമിക് സ്ട്രാറ്റജിയാണ് എന്ത്? മെർക്കന്റിലിസം എന്ന് പറയുന്നത്. എക്സ്പോർട്ട് കൂട്ടുക, ഇമ്പോർട്ട് കുറയ്ക്കുക. കോളനീസിൽ നിന്ന് റോ മെറ്റീരിയൽ വാങ്ങുന്നു, അത് ബ്രിട്ടീഷ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട്, ബ്രിട്ടൻ ഗുഡ്സ് ആയിട്ട് വേൾഡ് മാർക്കറ്റിൽ വിൽക്കുന്നു. ഫാമേഴ്സിന്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമേഴ്സ് അല്ലെങ്കിൽ ഈ കോളനി മെമ്പേഴ്സിന് അധികം ഒന്നും തുച്ഛമായ ഒരു വരുമാനം മാത്രം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഷിപ്പ് മാത്രം ഉപയോഗിക്കുക, മറ്റ് ഷിപ്പുകളൊന്നും ഉപയോഗിക്കില്ല. കോളനീസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രേഡ് ഒരുത്തരുമായിട്ട് നടത്താനുള്ള അനുമതി കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് മെർക്കന്റിലിസം. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമല്ലേ ഇതെന്താണെന്ന്. അപ്പൊ ഇതിനെതിരെ ഈ കോളനീസ് എന്ത് ചെയ്തു? പ്രതികരിച്ചു. ഇനി അടുത്ത എന്തുണ്ടായെന്ന് നോക്കാം. നമ്മുടെ അമേരിക്കൻ റവല്യൂഷന്റെ സമയം നടക്കുമ്പോൾ, ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോൾ, ജെയിംസ് ഒന്നിന്റെ കാര്യം ഞാൻ അത് പറഞ്ഞു. നിങ്ങൾ ആ ജെയിംസ് ഒന്നിനെ ഇനി മറന്നേക്കൂ, ഇനി അങ്ങേരുടെ ആവശ്യമില്ല. ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുമ്പോൾ ജോർജ് മൂന്നാമനാണ് രാജാവ്. അപ്പൊ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നപ്പോൾ ആരാണ് രാജാവ്? ജോർജ് മൂന്നാമൻ. ഇദ്ദേഹമാണ് ജോർജ് മൂന്നാമൻ. അപ്പം ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ജോർജ് മൂന്നാമനാണ് ഈ പറയുന്ന എന്താ പറയാ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്ന സമയത്ത് രാജാവ്. ഇതിനിടയ്ക്കൊരു വിഷയം വരുന്നത്, ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സപ്തവത്സര യുദ്ധം നടക്കുകയാണ്. എന്തിന്? ട്രേഡ് അതോറിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് ആരാണ് യൂറോപ്പിലെ വൻ ശക്തി, ആരാണ് ട്രേഡ് ആരാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഒരു എന്താ പറയാ ഒരു യുദ്ധം നടക്കുകയാണ്. അതെന്താണ് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.